ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു, പിണറായിക്ക് ഇത് പൂർത്തീകരിച്ച് കാണിക്കാമെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാം. പിണറായി പൂർത്തീകരിച്ച് കാണിച്ചു, പക്ഷെ സുരേന്ദ്രൻ പിന്നെ രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ല. ഈ ഫെബ്രുവരി മാസം 24 കേരളത്തിലെ മുഖ്യമന്ത്രി സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. എന്താണ് ആ പ്രഖ്യാപനം? നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം 5 ലക്ഷം മനുഷ്യർക്ക് വീട് എന്ന പദ്ധതി ലൈഫിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. 5 ലക്ഷം. അപ്പൊ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയാണ് മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീർന്നു. പാലം കടക്കുവോളം നാരായണ, പിന്നെ പാലം കടന്നാൽ പൂരായണ. അങ്ങനെ കോൺഗ്രസും BJPയും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്നാൽ തകർന്നു പോകുന്നതാണെങ്കിൽ 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമോ? എന്തൊക്കെ പ്രചരണം നടത്തി, എത്രയെത്ര സ്വർണ്ണക്കൊള്ളയുടെ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു. അപ്പൊ ആരാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത്? സഖാക്കളാണോ? KC വേണുഗോപാൽ എന്നാണ് സഖാവായത്? അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന രാമൻ നായർ എന്നാ സഖാവായത്? ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് കള്ളവും പറയുകയാണ്. എന്നിട്ട് കള്ളം പറഞ്ഞ് അത് ജനങ്ങളിടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ കയ്യിൽ പോറ്റി ഏലസ് കെട്ടുമ്പോൾ അതിന്റെ പുറകിൽ മറ്റൊരാളുണ്ടായിരുന്നു. ആരാ അദ്ദേഹം? ഈ പോറ്റി അടിച്ചു മാറ്റിയ സ്വർണം വാങ്ങിച്ച മനുഷ്യൻ ഗോവർദ്ധൻ. ബെല്ലാരിയിലെ ഗോവർദ്ധൻ സ്വർണ്ണ കച്ചവടക്കാരൻ. എങ്ങനെയാണ് ബെല്ലാരിയിലെ ഗോവർദ്ധൻ സ്വർണം വാങ്ങിച്ചയാൾ ശബരിമലയിലെ സ്വർണം കട്ടെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി? അതിന്റെ പരികർമ്മിയായി ഈ 2 പാർലമെന്റ് മെമ്പർമാർ കോൺഗ്രസിൻ്റെത് ഡൽഹിയിലെത്തുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള സ്വപ്നലോകത്താണ് ഇന്ന് VD സതീശനും കൂട്ടിനും ഇരിക്കുന്നത്. ഞങ്ങൾക്കൊരു കാര്യമേ പറയാറുള്ളത്, നിങ്ങൾ ഏതൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കിയാലും അന്തിമ വിധി കേരളത്തിലെ ജനങ്ങളാണ് നിർവഹിക്കേണ്ടത്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് മാത്രമല്ല, 2026 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര ഭൂരിപക്ഷത്തോടെ 3ാമതും കേരളത്തിൽ അധികാരത്തിൽ വരും. ഭരണത്തിന്റെ പോരായ്മയൊന്നുമല്ല. 10 വർഷത്തിൽ കൂടുതൽ ഭരിച്ചാൽ ഇടതുപക്ഷം മോശമായി പോകുന്നതാണ് പുതിയ തിയറി. 10 വർഷത്തിൽ കൂടുതൽ LDF ഭരിച്ചാൽ LDF മോശമായി പോകും. അപ്പൊ LDFനെ നന്നാക്കണ്ടേ? കുഞ്ഞാലിക്കുട്ടി 50 വർഷം MLA ആയാൽ ഒരു കുഴപ്പമില്ല. സതീശൻ 30 വർഷം MLA ആയാൽ ഒരു കുഴപ്പമില്ല. സതീശന് നശിക്കത്തില്ല, പറവൂര് നശിക്കത്തില്ല. പക്ഷെ LDF 10 വർഷമായാൽ പിന്നീട് LDF വന്നാൽ LDF അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം CPI-യും എല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് സംരക്ഷിക്കാൻ ഒരേ ഒരു മാർഗം LDF-നെ അധികാരത്തെ പുറത്താക്കുക. കേരളം ഇത്രമേൽ തകർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇത് നമ്മൾ മാത്രം പറഞ്ഞല്ല. കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ ബഹുമാനപ്പെട്ട K മുരളീധരൻ പുത്തരിക്കണ്ടത്ത് മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചത് നിങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. എന്താ അന്നത്തെ ഗവൺമെന്റിനെ കുറിച്ച് മുരളീധരൻ പറഞ്ഞത്? മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾ കള്ള് കച്ചവടക്കാരുടെയും കരിഞ്ചന്തക്കാരുടെയും നേതാവാണ്. മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾ തട്ടിപ്പുകാരുടെയും മാഫിയകളുടെയും നേതാവാണ് എന്ന് പറഞ്ഞാൽ ആ 2011 മുതൽ 16 വരെയുള്ള ഭരണം എന്തായിരുന്നു എന്ന് ചുരുക്കം വാക്കുകളിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രസംഗിച്ച നേതാവാണ് K മുരളീധരൻ, ലീഡർ, സാക്ഷാൽ കരുണാകരന്റെ മകൻ. കേരളത്തിലെ മന്ത്രിയും കേരളത്തിലെ KPCC അധ്യക്ഷനും ഒക്കെ ആയിരുന്ന ആളാണ്. ഇന്ന് ഈ ജാഥ നയിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ UDF-ന്റെ ഭരണത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇത്രയും അഴിമതി നിറഞ്ഞൊരു ഭരണത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യമെന്താ? ആ ഭരണം തിരിച്ചു കൊണ്ടുവരാനാണോ? അതനുഭവിച്ച മനുഷ്യരാണ് കേരളത്തിലുള്ളത്. ഈ 3.5 കോടി മലയാളികളെ ഇരുട്ടിലേക്ക് നയിച്ച ഒരു ഭരണമായിരുന്നു കോൺഗ്രസിൻ്റെത്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും സർവ്വസാധാരണമായ ഒരു ഭരണം.
പരീക്ഷാ കാലയളവിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നു. മണ്ഡല വിളക്കും മെഴുകുതിരിക്കാലുകളും ആശ്രയിച്ച കുട്ടികളുടെ അനുഭവമല്ലേ അന്ന് കേരളത്തിലുണ്ടായിരുന്നത്? മഹാഭൂരിപക്ഷവും പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിയില്ലേ? ആവശ്യത്തിന് കരണ്ടില്ലാത്തതുകൊണ്ട്, ലോഡ് ഷെഡിങ് സർവ്വസാധാരണമാക്കിയതുകൊണ്ട് ഈ പ്രതിസന്ധി നിറഞ്ഞ കേരളത്തിൽ 1 മെഗാവാട്ടിന്റെയെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 5 വർഷക്കാലത്തേക്ക് UDF എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരുന്നോ? കേന്ദ്ര ഗ്രിഡിൽ നിന്ന് കിട്ടേണ്ടുന്ന വൈദ്യുതി ലഭിക്കാൻ അവിടുന്ന് ഇങ്ങോട്ട് ലൈൻ വലിക്കണം. അതാണ് കൊച്ചി-ഇടമൺ പവർ ഹൈവേ. ആ കൊച്ചി-ഇടമൺ പവർ ഹൈവേ കേരളത്തിന് ആവശ്യമില്ല എന്നല്ലേ UDF പറഞ്ഞത്? ഈ 3.5 കോടി മലയാളികളോട് എന്തെങ്കിലും തരത്തിലുള്ള ദയാദാക്ഷിണ്യം ആ ഗവൺമെന്റ് ഉണ്ടായിരുന്നു? ഈ നാട് തകരുന്നത് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല എന്ന് പറഞ്ഞവരല്ലേ? അഴിമതിയുടെ സർവ്വസാധാരണമായ അനുഭവമല്ലേ ആ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്നത്? ഞാൻ എറണാകുളത്ത് വന്ന് ആ കാര്യങ്ങൾ വീണ്ടും ഓർപ്പിക്കണോ? ഇതിന് തൊട്ടടുത്തല്ലേ പാലാരിവട്ടത്തെ പാലമുള്ളത്, പഞ്ചവടി പാലം. ഒരു പാലം പണിയാൻ കമ്പിയും സിമന്റും വേണ്ട എന്ന് UDF ഗവൺമെന്റ് തെളിയിച്ചില്ലേ? ഇവിടെ ഐസ്, അവിടെ അലുവ കഷ്ടം മുറിച്ചെടുക്കുന്നത് പോലെയല്ലേ പാലാരിവട്ടം പാലം മുറിച്ചെടുത്തത്? അതിന്റെ കരാറുകാരൻ ജയിലിൽ പോയില്ലേ? ആ മന്ത്രി അധികാരത്തിൽ പുറത്തേക്ക് പോയില്ലേ? എത്രയെത്ര അഴിമതി കഥകൾ! ഞാൻ ഓരോന്നും എടുത്തു പറയണോ? ആ ഭരണം പുനഃസ്ഥാപിക്കാനാണോ നിങ്ങൾ ഈ പുതുയുഗ യാത്രയുമായി മുന്നോട്ട് വരുന്നത്? അത് കേരളത്തിലെ ജനത അംഗീകരിക്കുമോ? ഏതെങ്കിലും ഒരു മേഖലയെ നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടോ? നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 29 പൊതുമേഖലാ സ്ഥാപനം കൂടി ഉണ്ടായിരുന്നു. മുഴുവൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയില്ലേ? 460 കോടി രൂപയുടെ സഞ്ചിത നഷ്ടമുണ്ടാക്കിയില്ലേ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ? ആയിരക്കണക്കിന് തൊഴിലാളികളല്ലേ പട്ടിണി കിടന്നത്? തിരിഞ്ഞു നോക്കിയോ UDF? അവിടെ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇപ്പൊ ലാഭത്തിലേക്ക് വന്നത്? നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് വിറ്റ പൊതുമേഖലാ സ്ഥാപനവും വിലയ്ക്ക് വാങ്ങി. വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി കേരളത്തിൻ്റെതായ പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റിയില്ലേ ഇടതുപക്ഷ ഗവൺമെന്റ്? ആ UDFന്റെ ഭരണകാലം തിരിച്ചു കൊണ്ടുവരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏത് മേഖലയെടുത്താലും ഗതാഗത യോഗ്യമായ ഏതെങ്കിലും ഒരു റോഡ് അവശേഷിപ്പിച്ചോ നിങ്ങൾ? തകർന്ന് തരിപ്പണമായില്ലേ കേരളത്തിലെ യാത്രാ സംവിധാനം? ഈ കേരളത്തെ ഏറ്റവും മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസമായിരുന്നില്ലേ? ആ വിദ്യാഭ്യാസ മേഖല മുച്ചൂട് മുടിച്ചില്ലേ? നിങ്ങളുടെ മന്ത്രിമാരല്ലേ 3750 സ്കൂളുകൾ അടച്ചുപൂട്ടണം? കുട്ടികളില്ല. 5 ലക്ഷം കുട്ടികൾ കുറഞ്ഞു. അതുകൊണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടണം. ഈ സിദ്ധാന്തം നിങ്ങളല്ലേ കൊണ്ടുവന്നത്? 5 ലക്ഷം കുട്ടികൾ സ്കൂളിൽ ഇല്ലാതായാൽ എന്താ UDF ഗവൺമെന്റ് ലാഭം? ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ 50,000 ഉറുപ്പ്യ ഖജാനയിൽ കാണണം. 50,000 ഉറുപ്പ്യ. 5 ലക്ഷം കുട്ടികളെ പുറത്തേക്ക് തള്ളിയാൽ എത്ര കോടിയാണ് ലാഭമുണ്ടാക്കാൻ കഴിയുക? നിങ്ങളുടെ ഗവൺമെന്റ് പോയി 2016 LDFന്റെ ഗവൺമെന്റ് വന്നു. സഖാ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കൂൾ അടച്ചുപൂട്ടിയോ? നിങ്ങൾ അടച്ചുപൂട്ടാൻ ലിസ്റ്റ് ചെയ്ത സ്കൂളുകൾ ആയിരക്കണക്കിന് കുട്ടികളുള്ള സ്കൂളുകളായി മാറിയില്ലേ? കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും 140 നിയോജകമണ്ഡലങ്ങളിലും 5 കോടി രൂപയുടെ കൂടുതൽ സഹായം ചെയ്ത് സ്കൂളുകളെ ലോകോത്തര സ്കൂളുകളാക്കി മാറ്റിയില്ലേ? 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായില്ലേ? കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം വേറെ ലെവലിലേക്ക് മാറിയില്ലേ? ഇന്നിപ്പം പഴയ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നത് കണ്ടു. എന്താണ് അദ്ദേഹം പറഞ്ഞത്?
ശിവൻകുട്ടി തുഗ്ലക് മോഡ് പരിഷ്കാരം നടത്തുകയാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം UDF-നകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്ന ഒരാളാണ് ബഹുമാന്യനായ ചെന്നിത്തല എന്നാണ് നമ്മൾ കരുതിയത്. അദ്ദേഹത്തിന് കോവിഡ് കാലത്ത് ചില അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം ഉസ്മാനെ വിളിച്ചു എന്ന് തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എന്തായാലും അദ്ദേഹം പറയുകയാണ് തുഗ്ലക് പരിഷ്കാരമാണ്. എന്താണ് തുഗ്ലക് പരിഷ്കാരം? 3 മാസം മുമ്പ് കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുത്തു. ഞങ്ങളുടെ കാലത്ത് പാഠപുസ്തകം പോലും ഇല്ലായിരുന്നു. അത് കൊടുത്ത കുഴപ്പമായി. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി UDF-ന്റെ കാലത്ത് ആരായിരുന്നു? മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുൾ റബ്ബ്. കുട്ടികൾ ഓണപരീക്ഷയായി, പാഠപുസ്തകമില്ല. കുട്ടികളോട് പറഞ്ഞു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കണം. ഫോട്ടോസ്റ്റാറ്റ് എടുത്തപ്പോൾ മഴവില്ലിനെല്ലാം ഒരേ കളറ്. ആ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടല്ലേ കേരളത്തിലെ കുട്ടികൾ പഠിച്ചത് ആ UDF-ന്റെ കാലത്ത്. അന്ന് കുട്ടികൾ ചോദിച്ചു, എൻ്റെ റബ്ബേ എന്ന് പുസ്തകം വരും? അപ്പൊ റബ്ബ് പറഞ്ഞു, ഈ ഓണം ഇങ്ങനെ നേരത്തെയായാൽ ഞാൻ എന്ത് ചെയ്യും? ആ ടീംസാണ് പറയുന്നത് തുഗ്ലക് പരിഷ്കാരമാണ്. 3 മാസം മുമ്പ് കുട്ടികൾക്ക് പുസ്തകം കൊടുത്തു എന്നുള്ളത്. രമേശ് ചെന്നിത്തലയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പാഠപുസ്തകം അച്ചടിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയല്ല, സ്കൂളിലാണ് കൊടുക്കുന്നത്. അത് പാസ്സാകുന്ന കുട്ടികൾ അവർ രക്ഷകർത്താക്കൾ പോയി വാങ്ങിച്ചോളും. പക്ഷെ നിങ്ങളുടെ കാലത്ത് ഫോട്ടോസ്റ്റാറ്റ് പോലും ഇല്ലായിരുന്നു. നിങ്ങൾ ആ പഴയ കാലത്തേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് കേരളം വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 ആണ്. നമ്മുടെ നാട്ടിൽ ഏത് പാവപ്പെട്ട മനുഷ്യർക്കും സ്കൂളിൽ പോകാം. ഓരോ 5 ചതുരശ്ര കിലോമീറ്ററും ഒരു സ്കൂളുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ന് നിങ്ങളൊരു വേറെ ഒരു വാർത്ത വായിച്ചിട്ടുണ്ടാവും, കർണാടകത്തിൽ നിന്നുള്ളതാണ്. 3716 സ്കൂൾ അടച്ചുപൂട്ടുന്ന വാർത്തയാണ്. സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയായ കർണാടകത്തിൽ 3756 സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. ഹിമാചൽ പ്രദേശിൽ ആയിരക്കണക്കിന് സ്കൂളുകൾ കോൺഗ്രസ് ഗവൺമെന്റ് അടച്ചുപൂട്ടി. മധ്യപ്രദേശിൽ പിന്നെ സ്കൂൾ സ്ഥാപിക്കാത്തത് കൊണ്ട് കൂടുതൽ അടച്ചുപൂട്ടേണ്ടി വന്നില്ല എന്നതാണ് കോൺഗ്രസ് കാണുന്നത്. അതാണോ കേരളം? 1957 ആദ്യത്തെ ഗവൺമെന്റ് തന്നെ വിദ്യാഭ്യാസത്തിന് പ്രധാനപ്പെട്ട പങ്കല്ലേ നൽകിയത്? മുണ്ടശ്ശേരി മാഷിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസം പാവപ്പെട്ട മനുഷ്യർക്ക് പഠിക്കാൻ അവകാശം കൊടുത്തില്ലേ? അക്ഷരാഭ്യാസമില്ലാത്തവരെയെല്ലാം സ്കൂളിലേക്ക് അയച്ചില്ലേ? അവിടെ സ്കൂളിൽ പാവപ്പെട്ട മനുഷ്യർ കടന്നു വന്നപ്പോൾ ആ സ്കൂളുകൾ കത്തിക്കാൻ ആളുകളുണ്ടായിരുന്നു ഇവിടെ. അന്ന് സഖാവ് EMS പറഞ്ഞു, നിങ്ങൾ ഒരു സ്കൂൾ കത്തിച്ചാൽ ഞങ്ങൾ 100 സ്കൂൾ അവർക്ക് വേണ്ടി പണിയും. പക്ഷേ അവരെ പഠിപ്പിക്കുന്ന തീരുമാനത്തിൽ നിന്നും അണുവിട ഞങ്ങൾ പിന്നോട്ടില്ല. അങ്ങനെയല്ലേ കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയത്? മഹാനായ അയ്യങ്കാളി പറഞ്ഞു 10 BA-ക്കാരെ കാണണം എന്റെ ജീവിതത്തിൽ എന്നാണ്. പക്ഷേ എന്ന് BA-ക്കാർ, MA-ക്കാർ, MTech-ക്കാർ, MPhil-ക്കാർ, PhD-ക്കാർ അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യാസവിദ്യരുടെ നാടായി കേരളം മാറിയില്ലേ? അതാണ് ഇടതുപക്ഷം അടിത്തറയിട്ട കേരളം എന്ന് പറയുന്നത്. വിദ്യാസമ്പന്നതയുടെ നാടായി കേരളത്തെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. പഴയ കാലത്ത് 4ാം ഫോറം കഴിഞ്ഞാൽ ഫീസ് കൊടുക്കണം. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട് ഈ വേദിയിൽ തന്നെ. അതിനുശേഷം ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്? മാറി മാറി വന്ന LDF ഗവൺമെന്റുകൾ 5ാം തരം, 8ാം തരം, 10ാം തരം, 12ാം ക്ലാസ് വരെ സൗജന്യമാക്കി. ഈ 2026 ബഡ്ജറ്റിൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പിന്റെ മന്ത്രി സഖാവ് KN ബാലഗോപാൽ ഒരു പ്രഖ്യാപനം കൂടി നടത്തി. കേരളത്തിൽ 12ാം ക്ലാസ് വരെ ഇപ്പൊ സൗജന്യമുള്ളൂ. ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നു ഡിഗ്രി വിദ്യാഭ്യാസം വരെ ഇനി കേരളത്തിൽ സൗജന്യമായിരിക്കും. രാജ്യത്തേതെങ്കിലും ഒരു സംസ്ഥാനത്ത്, കോൺഗ്രസോ BJP-യോ ഭരിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനത്ത്
ആലോചിക്കാൻ കഴിയുമോ? ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമായി പഠിപ്പിക്കാൻ. അതാണ് കേരളം. അഭ്യസ്ത വിദ്യരുടെ നാടായി കേരളത്തെ ഇടതുപക്ഷം പരിവർത്തനം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IAS, IPS, അധ്യാപകർ, അഭിഭാഷകർ, അങ്ങനെ കേരളത്തിൽ സമ്പന്നമായ ഒരു പുതിയ തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ആ വിദ്യാഭ്യാസം 2011 16 കോൺഗ്രസ് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസമാക്കി തിരിച്ചു നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഒരു പുതിയുഗ യാത്ര. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമാണോ കേരളത്തിന്റെ നേട്ടം? ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ ഒന്നാം സ്ഥാനമല്ലേ കേരളത്തിന്? 2011 16 UDF ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യ മേഖല സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചില്ലേ? പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ജില്ലാ ആശുപത്രി വരെ സ്വകാര്യവൽക്കരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതാണ്. അന്നത്തെ എതിർപ്പ് പോലെ നടന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു, ആശുപത്രിയുടെ മുഖച്ചായി മാറിയില്ലേ? 820 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ സൂപ്പർ സ്പെഷ്യൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. രാവിലെ 2 ഡോക്ടർമാർ, ഉച്ച കഴിഞ്ഞൊരു ഡോക്ടർ, ഏത് സമയത്തും ചെന്നാലും വരുന്നു. പഴയ കാലത്തെ സർക്കാർ ആശുപത്രിയുടെ ചിത്രം നമ്മുടെ മനസ്സിലില്ലേ? അവിടെ 2 വലിയ ഭരണി ഉണ്ടാവും, 2 കളറുള്ള വെള്ളം, ഒരു പാത്രത്തിൽ ഗുളിക, ഗർഭിണി എന്നാലും അത്, കുട്ടി എന്നാലും അത്. ഇതായിരുന്നില്ലേ പഴയ കേരളത്തിന്റെ ആരോഗ്യമേഖല? ആരോഗ്യമേഖലയിലെ 10 വർഷം കൊണ്ട് ദിശാബോധത്തോടെ പുതുക്കി പണിതത്. ഇന്ന് രാജ്യത്ത് പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ ചിത്രം പരിശോധിച്ചാൽ 1 മുതൽ 10 വരെയുള്ള സ്ഥാനം കേരളത്തിലാണ്. രാജ്യത്ത് ഇതുപോലെ ആരോഗ്യ സംവിധാനമുള്ള മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനമില്ല. ഈ കേരളത്തിൽ 13,50,00,000 ആളുകളാണ്. നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രികൾ ചികിത്സ തേടി 1 വർഷം എത്തുന്നത് 13,50,00,000. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ മാറ്റിവെച്ചു, ഒരു മരുന്ന് കിട്ടിയില്ല. UDFന്റെയും പ്രചരണം എന്താ? കേരളത്തിലെ ആരോഗ്യം വെന്റിലേറ്ററിൽ 13,50,00,000 ആളുകളെ ശുശ്രൂഷിക്കുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ ആരോഗ്യ മേഖല. അവിടെയാണ് അതിനെ തകർക്കാൻ സ്വകാര്യ മേഖല ഈ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരാൻ ഇങ്ങനെ കാതോർത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ തകർക്കാൻ UDFന്റെ സമരാഭാസം നമ്മൾ കണ്ടതാണ്. കോവിഡ് മഹാമാരി 2020-21 നമ്മൾ മറന്നു പോയിട്ടുണ്ടോ? ഈ നാട് വിറങ്ങലിച്ചു നിന്ന കാലഘട്ടമല്ലേ? കേരളം മാത്രമല്ല, ലോകം മുഴുവൻ. ഒരു ദിവസം 40,000-ത്തിലധികം രോഗികൾ. നമ്മുടെ ആരോഗ്യ സംവിധാനം സുസജ്ജമായതിനാലല്ലേ ഈ കേരളത്തിലെ മനുഷ്യരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം അമേരിക്ക. വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ പറഞ്ഞു, ഞങ്ങളെ കേരളത്തിലെത്തിക്കണം, അവർ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചോളൂ. എത്രയോ ആളുകൾ വിമാനത്തിൽ കയറി കേരളത്തിലേക്ക് വന്നു. കാരണം അമേരിക്കയിൽ 60 കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ കൊടുക്കില്ല. 60-കാരനായി രോഗി ഉണ്ടെങ്കിൽ 55-കാരൻ വന്നാൽ ആ ഓക്സിജൻ മാസ്ക് എടുത്ത് 55-കാരന് കൊടുക്കും. 60-കാരനെ സ്വയം മരണത്തിന് വിധേയമാക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് കോവിഡ് രോഗി 120 വയസ്സുള്ള പാത്തു ഉമ്മ കോവിഡ് ചികിത്സ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്ന ചിത്രം ലോക മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. ലോകം അത്ഭുതത്തോട് പറഞ്ഞു, കേരളം വണ്ടർഫുൾ, കേരളം നിങ്ങളൊരു അത്ഭുതമാണ് എന്ന് ലോകം അത്ഭുതത്തോടെ പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ മരണനിരക്ക്, അതിലെല്ലാം നേതൃത്വം കൊടുത്ത ശൈലജ ടീച്ചർ ഞങ്ങളുടെ ജാഥയുടെ ഒരു അംഗമാണ്.
അതൊക്കെ കോവിഡ് വന്നാൽ ഉടനെ വിളിക്കുകയാണ്. 108 ആംബുലൻസ് വീട്ടിൽ വരും, നമ്മളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ FLTCയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നാൽ ഒരു ചായ, ഉച്ചയാകുമ്പോൾ വെജിറ്റേറിയൻ ഊണ്, 4 മണിയായാൽ പഴംപൊരിയും ചായയും, രാത്രിയിൽ ചപ്പാത്തിയും കടലക്കറിയും. രാജ്യത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതേപോലെ രോഗി സൗഹൃദമായ സമീപനം സ്വീകരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് കേരളം ആരോഗ്യ മേഖലയിൽ വരുത്തിയ മാറ്റം. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരെയുള്ള വിവിധ സംവിധാനങ്ങൾ. രാജ്യത്തിൽ ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടോ? കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടോ? രാജ്യത്ത് ഏതെങ്കിലും ജില്ലാ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നുണ്ടോ? കേരളത്തിൽ ജില്ലാ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നു. എറണാകുളത്ത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, എറണാകുളം ജില്ലാ ആശുപത്രി ഇതിൽ നമ്പർ 1 ആണ്. മെഡിക്കൽ കോളേജുകളിൽ അപൂർവങ്ങളായ ശസ്ത്രക്രിയ നടക്കുന്നു. ഇന്ത്യയിലെ 3ാമത്തെ ശ്വാസകോശം മാറ്റിവെച്ച ശസ്ത്രക്രിയ നടന്ന മെഡിക്കൽ കോളേജിന്റെ പേര് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നാണ്. രാജ്യത്തെ 3ാമത്തെ ശസ്ത്രക്രിയ 3 ദിവസം മുമ്പല്ലേ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ഈ കൊച്ചിയിൽ ഒരു ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ തുടക്കം കുറിച്ചത്. തിരുവനന്തപുരത്ത് RCC ആണെങ്കിൽ മലബാറിൽ MCC, മലബാർ ക്യാൻസർ സെന്റർ. അപ്പോഴാണ് കൊച്ചിയിൽ KCC, കൊച്ചിൻ ക്യാൻസർ സെന്റർ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ ഇത്ര വിപുലമായ ചികിത്സാ സംവിധാനങ്ങൾ? അതാണ് 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടം. കോൺഗ്രസ് ഗവൺമെന്റ് വിൽപ്പനയ്ക്ക് വെച്ച ആശുപത്രി സംവിധാനത്തെ ലോകോത്തരമായ ആശുപത്രി സംവിധാനമാക്കി മാറ്റുക. അതാണ് 10 വർഷം കൊണ്ട് ഇടതുപക്ഷം ചെയ്തത്. മാറി മാറി ഇടതുപക്ഷ ഗവൺമെന്റുകൾ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരുന്നത്? 5 വർഷം ഇടതുപക്ഷം നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് തകർക്കും. വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണം. ഇപ്പൊ തുടർച്ചയായി 10 വർഷം നമ്മൾ ചെറിയ പദ്ധതികൾ മാത്രമല്ല വൻകിട പദ്ധതികളിലേക്ക് കടന്നു. ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉപേക്ഷിച്ച ഒരു പദ്ധതിയല്ലേ കൊച്ചിൻ മംഗലാപുരം ഗെയിൽ പൈപ്പ് ലൈൻ. ആ പദ്ധതി നിങ്ങൾ 5 വർഷം കൊണ്ട് ആകെ പൂർത്തീകരിച്ച 47 കിലോമീറ്ററാണ്. UDF ഗവൺമെന്റ് 2 വർഷം കൊണ്ടാണ് 470 കിലോമീറ്റർ പൂർത്തീകരിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ രാജ്യത്തിന് പുതിയ ഒരു ഭരണ മികവ് കാണിച്ചു കൊടുത്തത്. അന്നത്തെ BJPയുടെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു, പിണറായിക്ക് ഇത് പൂർത്തീകരിച്ച് കാണിക്കാമെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കാം. പിണറായി പൂർത്തീകരിച്ച് കാണിച്ചു, പക്ഷെ സുരേന്ദ്രൻ പിന്നെ രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ല. ഞങ്ങൾ BJPക്കാരോട് പറയുന്നു, വെല്ലുവിളിക്കുമ്പോൾ ആരോടാണെന്ന് നോക്കിയേ വെല്ലുവിളിക്കാൻ പാടുള്ളൂ. അങ്ങനെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം. നിങ്ങൾ ഉപേക്ഷ NH 66, നാഷണൽ ഹൈവേ 66. ശ്രീമാൻ ഉമ്മൻചാണ്ടി തന്നെ പത്രക്കാരോട് പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കേരളത്തിൽ ഭൂമി എടുക്കാൻ കഴിയില്ല. ഭൂമി എടുക്കണമെങ്കിൽ 15 വർഷം വേണം. പണി തീർക്കണമെങ്കിൽ 15 വർഷം വേണം. 30 വർഷം എടുക്കും. അതുകൊണ്ട് ഈ പദ്ധതിക്ക് ഞാൻ താഴിടുന്നു, അവസാനിപ്പിക്കുന്നു. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അന്ന് BJP ഗവൺമെന്റ് വന്നു അധികാരത്തിൽ. അതിന്റെ റോഡ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കേരളത്തിലെ ഗവൺമെന്റ് ചർച്ച നടത്തി. ഞങ്ങൾക്ക് നാഷണൽ ഹൈവേ 66 വേണം. അപ്പൊ കേന്ദ്ര BJP ഗവൺമെന്റ് പറഞ്ഞു, കേരളത്തിൽ സ്ഥലമെടുക്കുന്നതിന് പണം കൂടുതലാണ്, അതുകൊണ്ട് അതിന്റെ പണം മുഴുവൻ നിങ്ങൾ തരണം. കേരള സർക്കാർ പറഞ്ഞു, രാജ്യത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും നിങ്ങൾ പണം വാങ്ങിക്കുന്നില്ലല്ലോ, പിന്നെ കേരളത്തോട് മാത്രം ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത്? അതൊന്നും പറഞ്ഞ കാര്യമില്ല, നിങ്ങൾക്ക് റോഡ് വേണോ, പണം വേണം.
BJP ഗവൺമെന്റുമായി ചർച്ച നടത്തി. അവസാനം 25% കേരളം വഹിക്കാമെന്ന് തീരുമാനിച്ചു. 5850 കോടി രൂപ ഈ നാഷണൽ ഹൈവേ 66 ഭൂമി എടുക്കുന്നതിന് വേണ്ടി അഡ്വാൻസായി കൊടുത്തു. അത് കിഫ്ബി വഴിയാണ്. ഇന്ന് ആ പാത പൂർത്തീകരിച്ച് 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെത്താം. ഫെബ്രുവരി മാസം അവസാനം നാഷണൽ ഹൈവേ 66 കേരളത്തിൽ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഉപേക്ഷ ഓരോ പദ്ധതികളും ഈ കേരളത്തിന് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച് മാറ്റിയ പദ്ധതികൾ ഭാവി കേരളത്തിന് പുതിയ തലമുറയ്ക്ക് ആവശ്യമാണ് എന്ന് കണ്ട് യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റാണിത്. കൊച്ചി മെട്രോയുടെ അനുഭവം നിങ്ങൾക്കുണ്ടല്ലോ. ആ കൊച്ചി മെട്രോ ശ്രീമാൻ ഉമ്മൻചാണ്ടി കണ്ണൂരിലെ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തതുപോലെ എയർഫോഴ്സിന്റെ ഒരു വിമാനമെടുത്ത് കോളിളക്കം സിനിമയിൽ ജയൻ ഇറങ്ങുന്നത് പോലെ അവിടെ ഇറങ്ങിയതാണ്. എവിടെയാണ് കണ്ണൂർ എയർപോർട്ടിൽ അസ്ഥിപഞ്ജരം പിടിച്ചിരിക്കുന്ന കണ്ണൂർ എയർപോർട്ടിന്റെ ചിത്രം ഇന്നും നിങ്ങൾക്ക് കാണാം. ഈ കൊച്ചി മെട്രോ അങ്ങനെയല്ലേ? ഹൈദരാബാദിൽ നിന്നൊരു മെട്രോയുടെ ഒരു ബോഗി കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിച്ചു. പക്ഷെ പണി കഴിഞ്ഞില്ല. പിന്നെ കോൺഗ്രസ്സുകാർക്കൊരു പ്രത്യേകതയുണ്ട്. എന്ത് നടത്തിയാലും അവസാനം പറയും ഇതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്, ഇതിന്റെ കല്ലിട്ടത് നമ്മളാണ്. കൊച്ചിൻ ക്യാൻസർ സെന്റർ പറഞ്ഞപ്പോൾ ഇതിന്റെ കല്ലിട്ടത് നമ്മളാണ്. കൊച്ചി മെട്രോ വന്ന് പറഞ്ഞു ഇതിന്റെ കല്ലിട്ടത് നമ്മളാണ്. വിഴിഞ്ഞ പദ്ധതി വന്ന് പറഞ്ഞു ഇതിന്റെ കല്ലിട്ടത് നമ്മളാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത LDF ഗവൺമെന്റ് ഒരു മ്യൂസിയം ഉണ്ടാക്കണം. കോൺഗ്രസ്സുകാരിട്ട കല്ല്, പട്ടം താണുപിള്ള മുതൽ കോൺഗ്രസിന്റെ വിവിധ ഗവൺമെന്റുകളിട്ട കല്ല് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു കല്ല് വെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതിന് ഇടതുപക്ഷം വേണ്ടി വന്നു 10 വർഷം. നിങ്ങൾ ഉപേക്ഷിച്ച ഈ നാടിന് വേണ്ട പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്. 2.5 ലക്ഷം കോടിയുടെ കുറവാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അനുവദിച്ചതിൽ കുറച്ചത്. 2.5 ലക്ഷം കോടി. ഈ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ആകെ ബഡ്ജറ്റ് 1.25 ലക്ഷം കോടിയാണ്. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് BJP ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞല്ലോ. കേരളത്തിന് എന്തെങ്കിലും ഉണ്ടോ? 36 ആവശ്യങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വച്ചില്ലേ? പാർലമെന്റ് മെമ്പർമാരുടെ യോഗം വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രി പറഞ്ഞില്ലേ കേരളത്തിന് വേണ്ടി MP-മാർ ഒരുമിച്ച് നിൽക്കണം. ലോകസഭയിൽ UDF-ന് എത്ര MP-മാരാണ്? എറണാകുളം ഉൾപ്പെടെ 19 MP-മാർ UDF-ന് ലോകസഭയിലുണ്ട്. നമ്മൾ എത്രയോ പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അങ്കമാലി ശബരിപാത എത്രയോ കാലം മുമ്പ് യാഥാർത്ഥ്യമാവേണ്ടതാണ്. അതിവേഗ റെയിൽവേ, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി, തിരുവനന്തപുരത്തെ വാട്ടർ ബോട്ടിലിംഗ് പ്ലാന്റ്, എത്രയോ റെയിൽവേ, നേമം ടെർമിനൽ, എത്രയോ റെയിൽവേ പദ്ധതികൾ. ഏതെങ്കിലും ഒരെണ്ണം അനുവദിച്ചോ? അങ്കമാലി ശബരിപാത അതും നേരത്തെ പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്ക് ആ പാത വേണമെങ്കിൽ പകുതി പണം എടുക്കണം. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള റെയിൽവേ പദ്ധതി വരണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുക്കേണ്ടി വരുന്നത്? എന്നിട്ടും കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു ശബരി അങ്കമാലി പദ്ധതി ഞങ്ങൾക്ക് വേണം. 1760 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചു. അങ്കമാലി ശബരി പദ്ധതിയുടെ 50%. നമ്മുടെ വലിയ ആഗ്രഹമല്ലേ? ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തില്ലേ? ചില സംസ്ഥാനങ്ങൾക്ക് 1-ലധികം എയിംസ് കൊടുത്തു. പക്ഷെ കേരളത്തിന് തരില്ല. കേരളത്തിന് തരില്ല, നിഷേധിച്ചില്ലേ കേരളത്തിലെ എയിംസ്? 19 UDF MP-മാർ പാർലമെന്റിൽ പ്രതികരിച്ചോ? കേരളത്തിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ
ഉത്തരവാദിത്തപ്പെട്ടവർ. ഇടതുപക്ഷ ഗവൺമെന്റാണ് ഭരിക്കുന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? BJPക്ക് ആകെ ഒരു പാർലമെന്റ് മെമ്പറാണുള്ളത്, അത് തൃശ്ശൂരിലെ പാർലമെന്റ് മെമ്പറാണ്. അദ്ദേഹം പറയുന്നത് എല്ലാ ജില്ലയിലും എയിംസ് ഞാൻ കൊണ്ടുവരുമെന്നാണ്. എന്തായാലും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ അദ്ദേഹം എയിംസിനെ കുറിച്ച് സംസാരിച്ചതിൻ്റെ ഒരു നവമാധ്യമ ട്രോള് നിങ്ങളെല്ലാം കണ്ടു കാണും. എന്താണത്? ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ സുരേഷ് ഗോപിനെ വിളിക്കുകയാണ്. ഉങ്ങൾക്ക് എയിംസ് വേണമാ? അപ്പൊ സുരേഷ് ഗോപി ആമ. അപ്പൊ നിർമ്മലാ സീതാരാമൻ ആമ സംരക്ഷണ പദ്ധതിയിൽ കേരളത്തെ പെടുത്തിയിരിക്കുന്നു. നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പറയും നിനക്ക് കണക്കിന് ആനമുട്ട കിട്ടും. കേരളത്തിലെ MP-മാർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയത് ആമമുട്ടയാണ്. ആമ സംരക്ഷണത്തിന് കേരളത്തിൽ ഒരു പദ്ധതി. മധ്യപ്രദേശിനൊപ്പം മഹാരാഷ്ട്രയ്ക്കൊപ്പം ബീഹാർ, അതുപോലെ ഒറീസയ്ക്കൊപ്പം തമിഴ്നാടിനൊപ്പം കേരളവും കടലാമകളുടെ സംരക്ഷണത്തിന് ഒരു പദ്ധതി, അതാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. സാധാരണ പദ്ധതി കേട്ടാൽ മിണ്ടാതിരിക്കട്ടെ. ഇതിപ്പോ കോൺഗ്രസിന്റെ പഴയ നേതാവാണ് പുരന്തേശ്വരി, കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പറും കേന്ദ്രമന്ത്രിയുമായിരുന്നു. ആ പുരന്തേശ്വരി എന്ന് പറയുന്നത് കേട്ടു. ആമ അത്ര ചെറുതൊന്നുമല്ല. ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു നമുക്കിത് ആമ ടൂറിസം ആക്കി മാറ്റാം, ടർട്ടിൽ ടൂറിസം. ലോകത്തെ വിദേശ രാജ്യ തലവന്മാരെല്ലാം കേരളത്തിലേക്ക് വരാനിരിക്കുകയാണ് ആമയെ കാണാൻ, ആമ മുട്ടയിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കേരളത്തിലേക്ക് വരുന്നു ആമ മുട്ടയിടുന്ന കാണാൻ. ഒരു അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പദ്ധതിയല്ലേ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്? എത്ര അപമാനകരമായ സ്ഥിതിയിലേക്ക് കേരളത്തെ മാറ്റിയില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാമ്പത്തികമായി തകർക്കാൻ നോക്കുക, പദ്ധതി വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുക. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ പുറത്താക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അങ്ങനെ കോൺഗ്രസും BJPയും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്നാൽ തകർന്നു പോകുന്നതാണെങ്കിൽ 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമോ? എന്തൊക്കെ പ്രചരണം നടത്തി, എത്രയെത്ര സ്വർണ്ണക്കൊള്ളയുടെ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു. അവിടെയൊന്നും തകർന്നു പോയ ഇടതുപക്ഷം. 2016 91 സീറ്റായിരുന്നു ഇടതുപക്ഷത്തിനെങ്കിൽ 2021 തെരഞ്ഞെടുപ്പിൽ അത് 99 കേരളത്തിൽ വർദ്ധിച്ചു. നിങ്ങൾ എത്ര കള്ളപ്രചരണം നടത്തിയാലും ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവർക്ക് വിശ്വാസം ഇടതുപക്ഷമാണ്. സതീശൻ കാസർഗോഡ് നിന്ന് കളവ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കും, 101 കളവുകൾ. 101 1000 എന്നറിയില്ല. അങ്ങനെ പറയുകയാണ്, കള്ളം പറയുകയാണ്, പച്ചക്കള്ളം. ഞങ്ങൾ ഈ ജാഥ തുടങ്ങിയപ്പോൾ ഒരു വലിയ പ്രചാരവേല തുടങ്ങി. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്ത് പോകുന്നു. എത്ര ദിവസമാണ് ആ കഥ ഓടിക്കാൻ നോക്കിയത്? ഞങ്ങൾ അവരോട് പറയുന്നു, ആ മാണി വിഭാഗത്തിന്റെ ആരാധ്യനായ ചെയർമാൻ ജോസ് കെ മാണിയാണ് ഈ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ. എന്നിട്ടും ഇപ്പോഴും വിശ്വാസമാകുന്നില്ല. UDFന്റെ പത്രത്തിൽ ഇന്നലെ KPCCയുടെ ഒരു സീനിയർ നേതാവ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വാതിലടക്കിയാണ്. ജോസ് കെ മാണിയോട് പത്രക്കാർ, ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പത്രക്കാരെ കാണുമ്പോൾ അവർ ചോദിച്ചു, ഇങ്ങനെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞല്ലോ വാതിലടക്കിയാണ്. അപ്പൊ ജോസ് കെ മാണി മറുപടി പറഞ്ഞു, അതിന് ഞാൻ വാതിൽ തുറന്നിട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കള്ളവാർത്തകളുടെ പ്രളയം സൃഷ്ടിക്കുക, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും ഇത്തരം കള്ളക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുക.
നിങ്ങൾ ഓർക്കുന്നില്ലേ, 2025 നവംബർ മാസം 1-ാം തീയതി ഈ കേരളം ഒരു പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം? രാജ്യത്ത് ആദ്യത്തെ ഒരു ഗവൺമെന്റ് അതിദരിദ്രമില്ലാതായിരിക്കുന്നു. അതാണ് കേരളം. അതിദാരിദ്ര്യ വിമുക്തമായ കേരളം. എങ്ങനെയാണ് സാധ്യമായത്? 2021 LDF ഗവൺമെന്റ് വീണ്ടും അധികാരത്തിന് വരുമ്പോൾ അതിദരിദ്രമുള്ള മനുഷ്യർ 0.7% ഇവിടെ ഉണ്ട് എന്ന് നീതി ആയോഗിന്റെ റിപ്പോർട്ട്. പക്ഷെ ആരാണെന്നറിയില്ല. മലയാള മനോരമ പറയുന്നത് പോലെ റേഷൻ കാർഡ് ഉള്ളവരല്ല അതിദരിദ്രർ. ഒരു കാർഡുമില്ലാത്തവർ, ആരാലും അറിയാത്തവർ, അവരെ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചു 4 ലക്ഷം കുടുംബശ്രീ പ്രവർത്തകരെ ചുമതലപ്പെടുത്തി. അവർ 7 മാസം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സന്ദർശിച്ചു. അവർ കണ്ടുപിടിച്ചു 64,006 കുടുംബങ്ങളുണ്ട്. അതിൽ 1,18,000 മനുഷ്യർ അതിദരിദ്രരായി കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. 3 വർഷമെടുത്തു അവരെ സാധാരണ നിലയിലെത്തിക്കാൻ. അവർക്ക് പലർക്കും വീട്, ചിലർക്ക് സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കണം. ചിലർ രോഗാതുരമായി കിടക്കുകയാണ്. ചിലരുടെ അവയവ മാറ്റം നടത്തണം, ഡയാലിസിസ് നടത്തണം, ദൈനംദിന മരുന്ന് കൊടുക്കണം. ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനുള്ള ശേഷിയുള്ളവരല്ല. പാചകം ചെയ്ത ഭക്ഷണം കൊടുക്കണം എല്ലാ ദിവസവും. ആവശ്യമായ വസ്ത്രം കൊടുക്കണം. അങ്ങനെ 1000 കോടി രൂപയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെലവഴിച്ചത്. 1000 കോടി രൂപ. അതിനുശേഷമാണ് പ്രഖ്യാപിച്ചത് 2025 നവംബർ 1 അതിദരിദ്രരില്ലാത്ത കേരളം. ദാരിദ്ര്യം പല വിധത്തിൽ മാറ്റാം. കോൺഗ്രസ് നേതാവ് സഞ്ജയ് ഗാന്ധി ഇന്ത്യയിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്ന സമയത്ത് തുർക്ക്മാൻ ഗേറ്റ് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നിങ്ങളുടെ പലരുടെയും ഓർമ്മയിലുണ്ടാകും. എന്താ അദ്ദേഹം ചെയ്തത്? ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയാണ് ചേരികൾ, ചേരി നിർമ്മാർജ്ജനം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടു, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം കർണാടകം 3000-ലധികം മനുഷ്യരെയല്ലേ അർദ്ധരാത്രിയിൽ ബുൾഡോസർ കൊണ്ടിച്ച് ഇടിച്ച് തകർത്തത്. അവരുടെ കുടുംബങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്. മോദിയാണെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് എങ്ങനെയാ? ഒരു തുണി കെട്ടി മറക്കുകയാണ്. ദാരിദ്ര്യമുള്ളവരെ കാണാതിരിക്കാൻ 100 കോടി രൂപ ബദൽ കെട്ടാൻ. അതല്ല പിണറായി വിജയനും ഇടതുപക്ഷവും ചെയ്യുന്നത്. പട്ടിണിയില്ലാത്ത മനുഷ്യരെ കണ്ടെത്തി അവരെ പട്ടിണിക്കാരല്ലാതെ ആക്കുക എന്ന പ്രവൃത്തിയിലേക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് കയറി കിടക്കാൻ വീട് വേണം. ഈ ഫെബ്രുവരി മാസം 24 കേരളത്തിലെ മുഖ്യമന്ത്രി സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. എന്താണ് ആ പ്രഖ്യാപനം? നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം 5 ലക്ഷം മനുഷ്യർക്ക് വീട് എന്ന പദ്ധതി ലൈഫിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. 5 ലക്ഷം. നീതി ആയോഗ് പറഞ്ഞു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടല്ലേ. ഞാനിവിടെ വന്നു എറണാകുളത്ത് ലൈഫിന്റെ പദ്ധതി, അപ്പോഴെന്നോട് പറഞ്ഞു കോർപ്പറേഷനിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തുരുത്തി എന്ന് പറയുന്ന ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിച്ചുകൊണ്ടിരുന്ന അഴുക്കുചാലുകൾ നിറഞ്ഞൊരു പ്രദേശം, അത് മാറ്റി അവർക്ക് താമസിക്കാൻ കഴിയുന്ന പുതിയ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ സിദ്ധാരാമയ്യയുടെ സമീപനമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങളെടുക്കുന്ന സമീപനമല്ല ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ഒട്ടേറെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് റൊട്ടി, കപ്പട, മക്കാൻ, എല്ലാവർക്കും ആഹാരം, എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും പാർപ്പിടം, ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. എത്രയോ സൽമത്സരങ്ങൾ കഴിഞ്ഞു. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി എത്ര തവണ രാജ്യത്ത് അധികാരത്തിൽ വന്നു? ഏതെങ്കിലും ഒരു ഗവൺമെന്റ്
ഇന്ദിരാഗാന്ധിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? അപ്പൊ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയാണ് മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീർന്നു. പാലം കടക്കുവോളം നാരായണ, പിന്നെ പാലം കടന്നാൽ പൂരായണ. ഇതാണ് കോൺഗ്രസ്. എന്നാൽ ഇടതുപക്ഷം അതല്ല. 2016 600 കാര്യങ്ങൾ ജനങ്ങൾ മുമ്പിൽ വെച്ചു. ഓരോ വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിട്ടു. 5 വർഷം കഴിഞ്ഞ് പറഞ്ഞു 600ൽ 590 കാര്യങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. രണ്ടാം LDF ഗവൺമെന്റിൽ 900 കാര്യങ്ങൾ വെച്ചു. അതിൽ 86% ഇപ്പൊ പൂർത്തീകരിച്ചിരിക്കുന്നു. ഓരോ വർഷവും വെക്കുകയല്ലേ പ്രോഗ്രസ് കാർഡ്. അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. അപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റിനെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസിനാവുന്നില്ല. അപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് എങ്ങനെയാണ് അധികാരത്തെ പുറത്താക്കുക? പല പണി നോക്കി. നമ്മുടെ കേരള ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി ചെന്നിത്തലയും സതീശന്റെയും ചെന്നിത്തലയുടെയും സിൽബന്ധികളും എത്രയോ വന്നു. ചെന്നിത്തലയല്ലേ പറഞ്ഞു 80 ലക്ഷം റേഷൻ കാർഡിന്റെ വിവരങ്ങൾ LDF ഗവൺമെന്റ് ചോർത്തിക്കൊടുത്തിരിക്കുന്നു അമേരിക്കയ്ക്ക്. എന്നിട്ട് പറഞ്ഞു ആ റേഷൻ കാർഡിന്റെ വിവരം വെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപും ഒബാമയും എല്ലാം അവിടെ റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പച്ച നുണയടിക്കുന്നതിന് ഒരു മടിയില്ലല്ലോ. കോവിഡ് കാലത്ത് നമ്മളെ സഹായിക്കാൻ ഒരു IT കമ്പനി പത്തനംതിട്ടക്കാരൻ സ്പ്രിംഗ്ലർ അടിച്ചോടിച്ചില്ലേ കോൺഗ്രസ്? ആ കേസ് കോടതിയിലെടുത്ത് പള്ളയിക്കളഞ്ഞില്ലേ? നിരവധി കേസുകൾക്ക് കോടതി ചോദിച്ചില്ലേ VD സതീശനോട്, ഇത് പബ്ലിക് ലിറ്റിഗേഷൻ ആണോ അതോ പബ്ലിസിറ്റി ലിറ്റിഗേഷൻ ആണോ? പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേസ് കൊടുക്കുക, സമരം നടത്തുക. അങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്താൻ 5 വർഷം VD സതീശനും 5 വർഷം ചെന്നിത്തലയും പരിശ്രമിച്ചു. പക്ഷെ അതുകൊണ്ട് കേരളത്തിന്റെ വികസനം ഇല്ലാതായില്ല. കേരളം അതിവേഗം മുന്നോട്ട് പോവുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1.5 ലക്ഷം വരുന്ന അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ലഭിക്കുന്ന പുതിയ സംരംഭമായി മാറിയിരിക്കുന്നു. 2027 പൂർത്തീകരിക്കേണ്ടത് അതിനും വർഷങ്ങൾക്ക് മുമ്പേ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്തു. 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഏതേത് മേഖല നോക്കിയാലും അതിലെല്ലാം LDF ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ചില മാധ്യമപ്രവർത്തകരുടെ ഒരഭിപ്രായം ഭരണത്തിന്റെ പോരായ്മയൊന്നുമല്ല, 10 വർഷത്തിൽ കൂടുതൽ ഭരിച്ചാൽ ഇടതുപക്ഷം മോശമായി പോകുന്നതാണ് പുതിയ തിയറി. 10 വർഷത്തിൽ കൂടുതൽ LDF ഭരിച്ചാൽ LDF മോശമായി പോകും. അപ്പൊ LDFനെ നന്നാക്കണ്ടേ? കുഞ്ഞാലിക്കുട്ടി 50 വർഷം MLA ആയാൽ ഒരു കുഴപ്പമില്ല. സതീശൻ 30 വർഷം MLA ആയാൽ ഒരു കുഴപ്പമില്ല. സതീശന് നശിക്കത്തില്ല, പറവൂര് നശിക്കത്തില്ല. പക്ഷെ LDF 10 വർഷമായാൽ പിന്നീട് LDF വന്നാൽ LDF അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം CPI-യും എല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് സംരക്ഷിക്കാൻ ഒരേ ഒരു മാർഗം LDF-നെ അധികാരത്തെ പുറത്താക്കുക. എങ്ങനെയുണ്ട് പുതിയ സിദ്ധാന്തം? ഞാൻ പറഞ്ഞു വന്നത്, തെരഞ്ഞെടുപ്പിൽ ഏത് മാർഗവും പ്രയോഗിക്കും. രാഷ്ട്രീയമായി മുന്നോട്ട് വെക്കാൻ ഒന്നുമില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഒറ്റ മുദ്രാവാക്യമുള്ളൂ, പോറ്റിയെ കയറ്റിയത് അരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഈ ഒറ്റ മുദ്രാവാക്യമല്ലേ കോൺഗ്രസ് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഏതെങ്കിലും മുദ്രാവാക്യം ഉണ്ടായിരുന്നോ? ആരാണ് പോറ്റിയെ ശബരിമല കയറ്റിയത്? എന്നാണ് പോറ്റി ശബരിമല എത്തിയത്? 2004 പോറ്റി ശബരിമല എത്തുന്നത്. അതിനു മുമ്പ് പോറ്റി ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പൂജാരിയായിരുന്നു. അവിടുന്ന് ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവര് അദ്ദേഹത്തിന്റെ പരികർമ്മിയായി ശബരിമലയിൽ എത്തിച്ചയാളാണ്
ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2004 കേരളത്തിന്റെ ഭരണമാർക്കായിരുന്നു. കോൺഗ്രസ് അല്ലേ UDF അല്ലേ കേരളം ഭരിച്ചിരുന്നത്? അന്നത്തെ ദേവസ്വം മന്ത്രി ആരായിരുന്നു? സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറി സാക്ഷാൽ KC വേണുഗോപാൽ അല്ലേ അന്നത്തെ ദേവസ്വം മന്ത്രി? അന്നത്തെ ദേവസ്വം ബോർഡ് ആരുടെയായിരുന്നു? കോൺഗ്രസ് നിയമിച്ച ദേവസ്വം ബോർഡല്ലേ അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്നത്? അപ്പൊ ആരാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത്? സഖാക്കളാണോ? KC വേണുഗോപാൽ എന്നാണ് സഖാവായത്? അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന രാമൻ നായർ എന്നാ സഖാവായത്? ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് കള്ളവും പറയുകയാണ്. എന്നിട്ട് കള്ളം പറഞ്ഞ് അത് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. 2 വിദ്വാൻമാര് പാർലമെന്റിൽ പോയി ഈ പാട്ടും പാടി കൈയടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോറ്റിയെ കയറ്റിയത് അരപ്പ സഖാക്കളാണ്, അയ്യപ്പ. ആരൊക്കെയാ? സൂക്ഷ്മമായി നോക്കിയപ്പോ UDFന്റെ കണ്ണൂർ കൺവീനർ അടൂർ പ്രകാശ്, മറ്റൊരാള് പത്തനംതിട്ട MP ആന്റോ ആന്റണി. കൈയടിക്കുകയാണ്. പോറ്റിയെ കെട്ടിയത് അരപ്പ സഖാക്കളാണ്, അയ്യപ്പ. ആരൊക്കെയാണ് പോറ്റിയോടൊപ്പം ആജീവനാന്ത സുഹൃത്തുക്കളായി ഈ കള്ളത്തരങ്ങളിൽ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാർ? എങ്ങനെയാ അവരെ കണ്ടുപിടിച്ചെന്നറിയാവോ? ഇവര് 2 പേരും കൂടി രാജ്യത്ത് അതീവ സുരക്ഷയുള്ള കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധി, ആ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിരിക്കുന്നു. ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞു, ഞാനത് വഴി പോയപ്പോ ചായ കുടിക്കാൻ പോയപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പോറ്റി വിളിച്ചു, അങ്ങനെ പോയതാണ്. അപ്പൊ പോറ്റി എന്തിനാ പോയത്? സോണിയാജിയുടെ കയ്യിൽ ഒരു ഏലസ് കെട്ടിക്കൊടുക്കാനാണ്. അപ്പൊ നിങ്ങളെന്തോ പൊതി വാങ്ങിക്കുന്ന കണ്ടല്ലോ. അപ്പൊ അടൂർ പ്രകാശ് പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അത് സ്വർണ്ണമൊന്നുമല്ല, ഈന്തപ്പഴമാണ്, ഈന്തപ്പഴം. കുരുവിൽ സ്വർണ്ണമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചില്ല, ഈന്തപ്പഴമാണ്. അപ്പൊ ആന്റോ ആന്റണി പറഞ്ഞു, ഇത് ഇപ്പോഴൊന്നുമല്ല, സോണിയാഗാന്ധി ചെറുപ്പത്തിൽ 2013 ഞാൻ അതുവഴി പോയപ്പോ എന്നെ വിളിച്ചതാണ്, അങ്ങനെ പോയി ഫോട്ടോ എടുത്തതാണ്. ഞങ്ങൾ ഈ കള്ളമെല്ലാം സമ്മതിച്ചു. പോറ്റി അവിടെ പോയി സോണിയാഗാന്ധിയുടെ കയ്യിൽ ഏലസ് കെട്ടി. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. സോണിയാഗാന്ധിയുടെ കയ്യിൽ പോറ്റി ഏലസ് കെട്ടപ്പോൾ അതിന്റെ പുറകിൽ മറ്റൊരാളുണ്ടായിരുന്നു. ആരാ അദ്ദേഹം? ഈ പോറ്റി അടിച്ചു മാറ്റിയ സ്വർണം വാങ്ങിച്ച മനുഷ്യൻ ഗോവർദ്ധൻ, ബെല്ലാരിയിലെ ഗോവർദ്ധൻ സ്വർണ്ണ കച്ചവടക്കാരൻ. എങ്ങനെയാണ് ബെല്ലാരിയിലെ ഗോവർദ്ധൻ സ്വർണം വാങ്ങിച്ചയാൾ ശബരിമലയിലെ സ്വർണം കട്ടെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി? അതിന്റെ പരികർമ്മിയായി ഈ 2 പാർലമെന്റ് മെമ്പർമാർ കോൺഗ്രസിൻ്റെത് ഡൽഹിയിലെത്തുന്നത്. ഇതുവരെ സതീശൻ പറഞ്ഞിട്ടില്ല, ഇതുവരെ KC വേണുഗോപാൽ പറഞ്ഞിട്ടില്ല, ഇതുവരെ സണ്ണി ജോസഫ് പറഞ്ഞിട്ടില്ല, ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല. എന്തിനവരവിടെ പോയി? അപ്പൊ അന്വേഷണം നടത്തി വന്നപ്പോ എന്താ സ്ഥിതി? ഈ പരാതി കൊടുത്തത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. അന്ന് ഹൈക്കോടതിയിൽ പോയില്ലേ കോൺഗ്രസ്സുകാർ? ഇത് നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പോയില്ലേ? ഈ കോടതികളെല്ലാം ദേവസ്വം ബോർഡിന് നടത്താം എന്ന് അംഗീകരിച്ചില്ലേ? കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും LSSും SNDPയും KPM എല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിച്ചില്ലേ? അപ്പൊ ഇതൊന്ന് കലക്കണം. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നത്. പരാതി എന്താ? ദ്വാരപാലക പീഠം കാണുന്നില്ല. പീഠം അന്വേഷിച്ച് ചെന്നപ്പോഴോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പീഠവും പൊക്കി, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പൊക്കി. അപ്പോഴാണ് തട്ടിപ്പിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത്.
ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ പാളികൾ മാത്രമല്ല, ഇവര് കൊടിമരവും കൊള്ളയടിച്ചു. കോൺക്രീറ്റിൽ സിമന്റ് കൊണ്ടുണ്ടാക്കിയ കൊടിമരം ചെതലരിച്ചു എന്ന് പറഞ്ഞ് കോടാനുകോടി രൂപ കൊള്ളയടിച്ചിരിക്കുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ പറഞ്ഞു, അതിൻ്റെ മുകളിൽ ഒരു വ്യാളി വാഹനമുണ്ടായിരുന്നു. അതിൻ്റെ മൂല്യം കണക്കൂട്ടാൻ കഴിയാത്തതാണ്. 10.5 കിലോ തങ്കത്തിൽ അത് പോറ്റിക്ക് കൊടുത്തു. അത് തന്ത്രി കണ്ഠര് രാജീവന് ഞങ്ങൾ ഇഷ്ടദാനം കൊടുത്തു. ശബരിമല ക്ഷേത്രത്തിൻ്റെ മുതലെടുത്ത് ഇഷ്ടദാനം കൊടുക്കും. എന്തായാലും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതെല്ലാം കേരള ഹൈക്കോടതി തീരുമാനിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാ തരത്തിലും അന്വേഷണം നടക്കട്ടെ. ആര് കുറ്റക്കാരായാലും അവരുടെ രാഷ്ട്രീയമല്ല, ശബരിമലയിലെ സ്വർണമാണ്. അതുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. പക്ഷെ കോൺഗ്രസ് ഇപ്പം മാറിഞ്ഞിരിക്കുകയാണ്. ഇപ്പം അയ്യപ്പ എന്നത് കോൺഗ്രസ് പറയുന്നില്ല. കാരണം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു, ആന്റണിയെ ചെയ്യുമെന്ന് പറയുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രിയെ പിടിച്ചാൽ KC വേണുഗോപാലിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയതിൻ്റെ കാര്യം ചോദ്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമില്ലാന്ന് പറഞ്ഞത് അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പൊ ആലോചിക്കുന്നത് വർഗീയ ശക്തികളെല്ലാം കൂട്ടണം. അതിന് മതരാജ്യം സ്വപ്നം കണ്ടു നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഘടകകക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു. കോൺഗ്രസിന് ഇത്രയും വലിയ അധപ്പതനം ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ? ഒരു ഭാഗത്ത് BJPയും RSSുമായി സഖ്യമുണ്ടാക്കുക, മറുഭാഗത്ത് SDPയും ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കുക. അങ്ങനെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള സ്വപ്നലോകത്താണ് ഇന്ന് VD സതീശനും കൂട്ടിനും ഇരിക്കുന്നത്. ഞങ്ങൾക്കൊരു കാര്യമേ പറയാറുള്ളത്, നിങ്ങൾ ഏതൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കിയാലും അന്തിമ വിധി കേരളത്തിലെ ജനങ്ങളാണ് നിർവഹിക്കേണ്ടത്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് മാത്രമല്ല, 2026 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര ഭൂരിപക്ഷത്തോടെ മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരും. നിങ്ങൾ തെരുവിലേക്ക് എറിഞ്ഞ മനുഷ്യരെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിച്ചതാണ് ഇടതുപക്ഷം. ശിവൻ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 28 മാസത്തെ പെൻഷനാണ് നിങ്ങൾ കൊടുക്കാതിരുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസമാണ് നിങ്ങൾ കൊടുക്കാതിരുന്നത്. നിസാരമായ 500 രൂപ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു, പഴയ കുടിശ്ശികയെല്ലാം തീർത്തു. ആ പെൻഷൻ 500 1200 1600 ആക്കി. ഇപ്പൊ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പെൻഷൻ 2000. അത് കൊടുക്കുന്ന നാടായി കേരളം മാറി. നിങ്ങൾ 29 ലക്ഷം പേർ കൊടുത്തപ്പോൾ LDF ഗവൺമെന്റ് 62 ലക്ഷം പേർക്ക് ആ പെൻഷൻ കൊടുക്കുന്നു. നിങ്ങൾ 9,000 കോടിയാണ് 5 വർഷം ചെലവഴിച്ചതെങ്കിൽ ഞങ്ങൾ 72,500 കോടി ആ പെൻഷന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. VD സതീശൻ പറയുന്നത് നമ്മുടെ ഖജാന പൂച്ച പെറ്റ് കിടക്കാന്ന. അവിടെ നിന്നാണ് മിസ്റ്റർ സതീശൻ 82,500 കോടി രൂപ ഓരോ മാസവും പാവപ്പെട്ട മനുഷ്യരുടെ പോക്കറ്റിലേക്ക്, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അവരുടെ കൈകളിലേക്ക് കൊടുക്കുന്നത് LDF ഗവൺമെന്റ്. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. 35-60 വയസ്സിനിടയിലുള്ള സ്ത്രീകൾ അവർക്ക് ഒരു വർഷം 12,000 രൂപ പെൻഷൻ കൊടുക്കുന്നു.
31.5 ലക്ഷം ആളുകൾക്കാണ്. 18 ലക്ഷം ആളുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു. 8.5 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ തന്നെ പെൻഷൻ കിട്ടിക്കഴിഞ്ഞു. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ക്ഷേമവും വികസനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന, ജനങ്ങളുടെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റ്, LDFന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ തകർക്കാൻ നിങ്ങളുടെ മാധ്യമങ്ങളുടെ കള്ളപ്രചാരവേലകൾക്കോ നിങ്ങളുടെ വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടിനോ സാധിക്കില്ല എന്ന് കേരളം വിധിയെഴുതും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതാണ് അഭൂതപൂർവമായ ജനപിന്തുണ. ഈ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം രാവും പകലും കാത്തിരുന്ന 10,000 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ മേഖലാ ജാഥയെ വരവേൽക്കാൻ എത്തുന്നത് ശ്രീമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥ എന്നിവിടെ അവസാനിക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് കഴിഞ്ഞ 8 ദിവസം കൊണ്ട് ഞങ്ങൾ കണ്ടത്. അവരുടെ എല്ലാം കണ്ണുകളിൽ ഒരു തിളക്കമുണ്ട്. ആ തിളക്കം 26-ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഈ പൊതുയോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സഹോദരന്മാരെയും ഈ ജാഥാംഗം എന്ന നിലയിൽ നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.